ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക, സേഫായിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. മധുരമുള്ള ഡിഷസ് ഇഷ്ടമില്ലാത്തവർ ആരാണല്ലേ? എല്ലാവർക്കും മധുരം എന്നത് വളരെ പ്രിയപ്പെട്ടതാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ കേസരിയാണ്. അപ്പോൾ റവ കേസരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റവ കേസരി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. റവ 2 കപ്പ്. ഞാൻ ഈ ഒരു കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു 4-5 പേർക്ക് ആണെങ്കിൽ ഒരു കപ്പ് 1.5 കപ്പ് മതിയാകും. ഇവിടെ എല്ലാവർക്കും മധുരം വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് എന്നതാണ് അളവ്. അപ്പോൾ അത് ശ്രദ്ധിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 കപ്പ് റവയ്ക്ക് ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ്. ഫുഡ് കളർ ഒട്ടും ഹെൽത്തി അല്ല. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, പ്ലെയിനായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരുപാട് എടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് കേസരിക്ക് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇത്രയും അളവ് റവയ്ക്ക് ഒരു 1/4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1 കപ്പിന് 1 നുള്ളൊക്കെ മതിയാകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ 5-8 ഏലക്ക ചതച്ചെടുത്തത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ശേഷം നെയ്യ് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. ഈ ബാക്കി വരുന്ന നെയ്യിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുത്ത് ഒരു 5-8 മിനിറ്റോളം നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ ഇത് നന്നായി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കരുത്. ഫ്ലെയിം കുറച്ച് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു 5-8 മിനിറ്റ് ഫ്ലെയിം കുറച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം 1 കപ്പ് റവയ്ക്കാണെങ്കിൽ 2-2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ തന്നെ കൈയെടുക്കാതെ ഇളക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിത് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയിൽ വെള്ളം കൂടി ഇറങ്ങി വരും. ഇനി അതൊന്നുകൂടി നന്നായി കുറുകി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഏലക്കാപ്പൊടി, വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് പാകത്തിന് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നുകൂടി നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി സെറ്റാവും, ഒന്നുകൂടി നന്നായി കുറുകി വരും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കേസരിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.